की जय। कमल नयना वासुदेवा पांडुरंगा पाहि मां। 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 पद्मनयना पद्मचरणा पद्मनाभा पाहि मां। पद्मनयना पद्मचरणा पद्मनाभा पाहि मां। कमलनयना वासुदेवा पांडुरंगा पाहि मां। कमलनयना वासुदेवा पांडुरंगा पाहि मां। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। മൂന്നാമത്തെ സ്കന്ധം നാലാമത്തെ സ്കന്ധം വിതുര മൈത്രേയ സംവാദ രൂപത്തിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നു. വിതുരനുക്ക് മൈത്രേയൻ ഉപദേശിച്ചു സൃഷ്ടി വിഷയം എന്ന് പറഞ്ഞപ്പോഴാണ് വിതുരൻ ഭാരതദേശത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്. ഭാരതദേശത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ആൾക്ക് ഇങ്ങനെ പ്രഭാഷണം കേൾക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അവിടെ ഇവിടെ ഓടി കാണും, ചെറിയ സമയമുള്ളൂ. ഒരു വലിയ സ്ഥാനത്തിലിരിക്കുന്നവർക്ക് ഇതുപോലെ സത്സംഗത്തിൽ വന്നിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെ കിട്ടിയാൽ അവരത് ഉപേക്ഷിക്കാറുമില്ല. ഛത്രപതി ശിവാജി മഹാരാജാവ് എന്ത് ചെയ്തു? യുദ്ധത്തിൻ്റെ ഇടയിൽ ഓടി വന്നു. കാരണം കൂടുതലാണ് മുസ്ലിം പടകളൊക്കെ. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഓടി വരുന്ന വഴിയിലാണ് തുക്കാറാം സ്വാമികളുടെ സത്സംഗം ഇവിടെ നടക്കുന്നു കണ്ടപ്പോൾ അവിടെ കയറി സമാധാനമായിട്ടിരുന്നു. സമാധാനമായിട്ടിരുന്നു പറഞ്ഞ് പറയാൻ പറ്റില്ല. ഒന്ന് അദ്ദേഹത്തിനെ കണ്ട് നമസ്കരിച്ച് തൊഴുതു പോകാൻ വിചാരിച്ചിട്ടാണ് നമസ്കരിച്ചു പുറപ്പെടാൻ തുടങ്ങി. തുക്കാറാം സ്വാമികൾ ചോദിച്ചു, എങ്ങനെയാണ് ഓടുന്നു? ശത്രു സൈന്യം എന്നെ പിടിക്കാൻ വരുന്നു. ഉടൻ നിങ്ങളുടെ സത്സംഗം കണ്ടപ്പോൾ ഒന്ന് തൊഴുതു പോകാൻ വേണ്ടി വന്നതാണ്. ഉടനെ ഓടേണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി. മഹാത്മാക്കൾ പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യണം. ശിവാജി മഹാരാജാവിനെ എന്ത് തോന്നി? ഞാനിവിടെ ഉണ്ടെങ്കിൽ ഈ വരുണ്ണ മ്ലേച്ഛപ്പടകൾ മുഴുവനും ഈ സജ്ജനങ്ങളെയും ബാധിക്കില്ലേ വിചാരിച്ചിട്ടാണ് പുറപ്പെടാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇരുന്നോളൂ പറഞ്ഞു. മഹാത്മാക്കൾ ഇരുന്നോളൂ പറഞ്ഞാൽ പിന്നെ നമ്മൾ പുറപ്പെടാൻ പാടില്ലേ. ഇത് പല മഹാത്മാക്കളടുത്ത് കണ്ടതാണ്. കാഞ്ചി സ്വാമികളെ കാണാൻ ആൾക്കാർ വന്നിരുന്നു മുംബൈയിൽ നിന്ന്. ബോംബെയിൽ നിന്ന് വന്നവരോട് പറഞ്ഞു, ഇന്ന് പോകണ്ട, പിന്നെ പോയാൽ മതി. അവർ പറഞ്ഞു, ഞങ്ങൾ ടിക്കറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, ഇവിടെ ഇരുന്നോളൂ പറഞ്ഞു. പിന്നെ ഇരുന്നു. പിന്നെ അവരൊക്കെ അടുത്ത ദിവസം പത്രം വായിക്കുന്ന ആൾക്കാരാണ്. പിന്നെ പത്രം നോക്കുമ്പോഴാണ് ഇവർ പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ട്രെയിൻ വീണു, കവിഞ്ഞ് വീണു. പേപ്പറിൽ കണ്ടപ്പോൾ രക്ഷപ്പെട്ടു. മഹാത്മാക്കൾ പറഞ്ഞത് കേട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതേപോലെയാണ് ഇവിടെ ഇരുന്നോളൂ പറഞ്ഞപ്പോൾ ശിവാജി മഹാരാജാവ് അവിടെ സത്സംഗത്തിൽ രാത്രി മുഴുവൻ പങ്കെടുത്തു. പക്ഷേ ഭഗവാൻ വേറെ സൂത്രം ചെയ്തു. ഇവിടെ ഒറിജിനൽ ശിവാജി ഇവിടെ ഇരിക്കുമ്പോൾ വേറെ ശിവാജി ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഈ മ്ലേച്ഛപ്പടകളൊക്കെ വേറെ ശിവാജി, ഇയാളെ ശിവാജി വിചാരിച്ച് ഇങ്ങനെ ഓടിപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ശിവാജി മലയിൽ കയറാൻ തുടങ്ങി. ഇവരും മലയിൽ കയറി വന്നു. ഒരു സ്ഥലത്തിൽ വഴി ഇങ്ങനെയാണ് ഇട്ടിരുന്നു, ഇത് നല്ല വഴിയാണ്. വേറെ വഴി കുണ്ടിൽ വലിയ കുഴിയിൽ വീഴുന്ന വഴിയാണ്. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ശിവാജി എന്ത് ചെയ്തു? ആ ബോർഡ് ഇങ്ങനെ തിരിച്ചു വെച്ചു. ആ കുണ്ടിലേക്ക് വീഴുന്ന വഴി ഇങ്ങനെ തിരിച്ചു വെച്ച് അപ്രത്യക്ഷനായി. സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. ശിവാജിയെ രക്ഷിക്കാൻ വേണ്ടി ശിവാജിയുടെ വേഷം ധരിച്ച് ഇങ്ങനെ പോയി അപ്രത്യക്ഷമായി. പിന്നെ ഇവർ വന്നൊക്കെ കുണ്ടിൽ വീഴും. അപ്പോൾ സത്സംഗത്തിൽ വന്നാൽ നമുക്കൊരു സമാധാനം. അങ്ങനെ ശിവാജി മഹാരാജാവ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്.
അതേപോലെയാണ് വിതുര മഹാസേനം തീർത്ഥയാത്രയായി പുറപ്പെട്ടു. ഒറ്റയ്ക്ക് പോയാൽ നല്ല സൗകര്യമാണ്, ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സുഖമായിട്ട് സഞ്ചരിക്കാം. ഒരു 2 ആളുകൾ വിളിച്ചുകൊണ്ട് പോയാൽ പിന്നെ അവരെ നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു, ഏകഃ അലക്ഷിതസ്വൈഹി അവധൂതവേഷഃ ധുരേഷു പുണ്യോപവനാദ്രികുഞ്ജേഷു അപങ്കതോയേഷു സരിത്സരസ്സു അനന്തലിംഗൈ സമലംകൃതേഷു ചചാരതീർത്ഥായതനേഷു അനന്യഃ ഗാം പര്യടന്യേത്യ വിവിക്തവൃത്തിഃ സദാ പ്രതോധശയനോ വധൂതഃ അലക്ഷിതസ്വൈരവധൂതവേഷഃ വ്രതാനി ചേതേ ഹരിതോഷണാനി. കണ്ട വിതുരൻ തോന്നുന്നില്ല, അങ്ങനെ താടിയുടെ കൂടുതലായി പോയി. പ്രധാനമന്ത്രിയാണ് കാണുമ്പോൾ തോന്നേണ്ടേ, അങ്ങനെ തോന്നാൻ സാധാരണ വസ്ത്രമൊക്കെ കൊടുത്തി സാധാരണക്കാരനെ പോലെയാണ് അദ്ദേഹം സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ യമുനാതീരത്തിലെത്തിയപ്പോൾ അവിടെ ഭഗവാന്റെ നാമങ്ങളെ പാടിക്കൊണ്ട് വരുന്നു. യമുനാതീരവിഹാരി ജയ രാധേ ഗോവിന്ദ, യമുനാതീരവിഹാരി ജയ രാധേ ഗോവിന്ദ, വൃന്ദാവന സഞ്ചാരി ജയ രാധേ ഗോവിന്ദ, വൃന്ദാവന സഞ്ചാരി ജയ രാധേ ഗോവിന്ദ, മോഹന മുരളീധാരി ജയ രാധേ ഗോവിന്ദ, മോഹന മുരളീധാരി ജയ രാധേ ഗോവിന്ദ, മുനിമാനസ സഞ്ചാരി ജയ രാധേ ഗോവിന്ദ, മുനിമാനസ സഞ്ചാരി ജയ രാധേ ഗോവിന്ദ, ഗോവർദ്ധന ഗിരിധാരി ജയ രാധേ ഗോവിന്ദ, ഗോവർദ്ധന ഗിരിധാരി ജയ രാധേ ഗോവിന്ദ, ഗോപീ മാനസഹാരി ജയ രാധേ ഗോവിന്ദ, ഗോപീ മാനസഹാരി രാധേ ഗോവിന്ദ, യമുനാതീരവിഹാരി ജയ രാധേ ഗോവിന്ദ, യമുനാതീരവിഹാരി ജയ രാധേ ഗോവിന്ദ, ജയ രാധേ ഗോവിന്ദ, ജയ രാധേ ഗോവിന്ദ, ജയ രാധേ ഗോവിന്ദ. നാമം പാടി വരുമ്പോൾ അതേപോലെ മുന്നിൽ വേറൊരു ഭക്തൻ നാമം ചൊല്ലി വരുന്നത് കണ്ടു. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായി ഉദ്ധവനാണ്. തത്രോദ്ധവം ഭാഗവതം ദദർശ. ഉദ്ധവനെ കണ്ടപ്പോൾ വിതുരൻ കാലിൽ വീണ് നമസ്കരിച്ചു. ഉദ്ധവനും വിതുരനെ കണ്ട് നമസ്കരിച്ചു. ഭക്തന്മാർ പരസ്പരം കാണുമ്പോൾ വീണ് നമസ്കരിക്കണം ആണ് ധർമ്മശാസ്ത്രം. വൈഷ്ണവോ വൈഷ്ണവം ദൃഷ്ട്വാ ദണ്ഡവത് പ്രണമി ഭുവി. ഇത് ജാതി നോക്കാൻ പാടില്ല. ഉദ്ധവൻ വലിയ ക്ഷത്രിയനാണ്, വിതുരൻ സാധാരണക്കാരനാണ്. നിങ്ങൾ ഇത് നേരിട്ട് മനസ്സിലാക്കണമെങ്കിൽ പണ്ഡരീപുരം ഉള്ള ക്ഷേത്രം നിങ്ങൾ കാണണം. കർക്കടക മാസം ശുക്ല വെളുത്തവാവ് ഏകാദശി ദിവസമാണ് അവിടെ വലിയ ഉത്സവം. ലക്ഷക്കണക്കിന് ഭക്തന്മാർ അവിടെ വരാറുണ്ട്. ഒരു 90 വയസ്സായ മുത്തശ്ശൻ പോലും ഒരു ചെറിയ കുട്ടിയെ കണ്ടാലും രാമകൃഷ്ണ ഹരിന് വീണ് കാള് വെറുതെ ഇങ്ങനെ തല കുടിക്കാറില്ല, കാള് തൊട്ട് വന്ദിക്കും. അങ്ങനെ വരുന്ന സ്ത്രീകൾ പുരുഷന്മാർ ആരും നോക്കാറില്ല. പരസ്പരം കണ്ടാൽ രാമകൃഷ്ണ ഹരി വാസുദേവ ഹരി രാമകൃഷ്ണ ഹരി രാമകൃഷ്ണ ഹരി പറഞ്ഞ് വീണ് നമസ്കരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അവിടെ പോയാൽ നമ്മുടെ അഹങ്കാരമൊക്കെ ഇല്ലാതാകും. കാരണം അഹങ്കരിച്ച് നടക്കുന്ന ആൾക്കാർ പോലും ഓരോ ആളുകളും തലകുത്തി വീണ് നമസ്കരിക്കുമ്പോൾ ഇവർ അറിയാതെ കുടിഞ്ഞു പോകും. അത് നേരിട്ട് കാണേണ്ടതാണ്. വലിയ പ്രായമായ വിദ്വാൻമാർ വലിയ ആൾക്കാർ പോലും സാധാരണ കാണുമ്പോൾ വീണ് നമസ്കരിക്കും. അവരും പരസ്പരം ലക്ഷക്കണക്കിന് ആളുകൾ കാണുമ്പോൾ പരസ്പരം തൊട്ടു നമസ്കരിക്കും. അങ്ങനെ പരസ്പരം വിതുരനും ഉദ്ധവനും നമസ്കരിച്ചു.
ഉദ്ധവനോട് ചോദിച്ചു വിതുരൻ, ഭഗവാന്റെ ഭക്തന്മാർക്ക് സുഖമാണോ ചോദിച്ചപ്പോഴാണ് ഉദ്ധവൻ ധ്യാനത്തിൽ ചെന്നു. പിന്നെ പതുക്കെ കണ്ണ് തുറന്ന് പറഞ്ഞു, ഭഗവാൻ എപ്പോഴും സുഖം തന്നെയാണ്. ഭഗവാനൊക്കെ അസുഖമൊന്നുമില്ലല്ലോ. അമ്പലത്തിൽ പോയി കൃത്യമായിട്ട് നേദ്യമൊക്കെ കഴിക്കുന്നുണ്ടോ മേൽശാന്തി ചോദിക്കേണ്ട ആവശ്യമില്ലേ. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അദ്ദേഹം എപ്പോഴും ആനന്ദസ്വരൂപനാണ്. ഭഗവാനക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷം. പക്ഷേ ഭഗവാനെ മനസ്സിലാക്കേണ്ടേ. അതാണ് ഇവിടെ ഉദ്ധവൻ പറയുന്നു, ഭഗവാൻ നമുക്ക് വേണ്ടി അവതരിച്ചിട്ടും ഈ സാധാരണ ജനങ്ങൾ, ശിശുപാലൻ പോലെ ദുര്യോധനൻ പോലുള്ള ജനങ്ങൾ ഭഗവാനെ മനസ്സിലാക്കിയിട്ടില്ലേ. അതുപോട്ടെ, സ്വന്തം ബന്ധുക്കൾ പോലും ഭഗവാനെ മനസ്സിലാക്കിയിട്ടില്ല. ഇംഗിതജ്ഞാഹ പുരുപ്രൗഢാഹ, അല്ല ഇംഗിതം. ഒരാൾ വരുമ്പോൾ തന്നെ എന്തിനാണ് വരുന്നു കണ്ടാൽ മനസ്സിലാക്കുന്ന അത്ര ബുദ്ധിശക്തി ഉള്ളവരാണ് യാദവന്മാർ. അവരൊക്കെ യാദവന്മാർ പോലും ശ്രീകൃഷ്ണ കണ്ടപ്പോൾ എന്താ മനസ്സിലാക്കി? ബ്രഹ്മാവ് സൃഷ്ടിക്കുമ്പോൾ കുറച്ച് സൗന്ദര്യം കൂടുതൽ വെച്ച് പോയി കൃഷ്ണന്. അതുകൊണ്ടാണ് കൃഷ്ണൻ എല്ലാവരെയും മയക്കി നടക്കുന്നു വിചാരിച്ചു. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരാളാണ് ശ്രീകൃഷ്ണൻ എന്ന് വിചാരിച്ചു. സത്യം എന്താണ്? ബ്രഹ്മാവിനെപ്പോഴും സൃഷ്ടിച്ച ആളാണ് കൃഷ്ണൻ. വിധാതുരർവാക്സൃതവും കൗശലമിത്യമന്യത. പക്ഷേ ഭഗവാൻ എല്ലാവർക്കും ഒരേപോലെ തന്നെ അനുഗ്രഹം ചെയ്തു. അമ്മയ്ക്ക് പാൽ കൊടുത്ത അമ്മയ്ക്ക് ഏതാണോ സദ്ഗതി, അതേപോലെയാണ് വിഷം കൊടുത്ത പൂതനയ്ക്ക് പോലും സദ്ഗതി കൊടുത്തു. കംവാദയാലും ശരണം വ്രജേമ. അവസാനം ഭഗവാൻ എനിക്ക് ഭാഗവതം ഉപദേശം കൊടുത്തു പറഞ്ഞപ്പോഴാണ് വിതുരൻ പ്രാർത്ഥിച്ചു, നിനക്ക് ഉപദേശിച്ച ഭാഗവതം എനിക്കൊന്ന് ഉപദേശിക്കാവോ? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഞാൻ ഭഗവാന്റെ അടുത്ത് ഭാഗവതം കേൾക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വേറൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു, മൈത്രേയ എന്ന പേരുള്ള മഹാത്മാവ്. കാരണം ഒരു ശ്രോതാവായിട്ട് ഇരിക്കാൻ പാടില്ല, ഉപശ്രോതൻ ഒരാൾ കൂടി വേണം. മേൽശാന്തി മാത്രമല്ല, കീഴ്ശാന്തി ഒരാൾ കൂടി വേണം. ഏത് കാര്യത്തിലും മിനിമം 2 പേര് വേണ്ടേ. ഉപശ്രോതാവായിട്ട് അവിടെ അടുത്ത് മൈത്രേയനും ഉണ്ടായിരുന്നു. മൈത്രേയനോട് ഭഗവാൻ പറഞ്ഞു, ഈ ഭാഗവത ഉപദേശം നീ വിതുരനക്ക് ഉപദേശിക്കണം. എനിക്ക് നേരിട്ട് ഉപദേശിക്കാനുള്ള ഒരു ഭാഗ്യം ഇല്ലല്ലോ എന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷെ ചില മഹാത്മാക്കൾ അങ്ങനെയാണ്. ശ്രോതാക്കൾ നല്ല ഗംഭീരമായി ഉള്ള ശ്രോതാക്കളെ കാണുമ്പോൾ പ്രഭാഷണം ചെയ്യുന്നവർ പറയും, മുഴുവനും നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു, ഇടയ്ക്ക് പോകുന്നുണ്ടല്ലോ എന്ന് സങ്കടമായി പോകും. എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഒരു മഹാത്മാ ഉണ്ടായിരുന്നു, മുത്തുരാമൻ എന്നാണല്ലോ. മുത്തുരാമൻ മുത്തശ്ശൻ, മുത്തുരാമൻ താത്ത പറയും തമിഴ്. അദ്ദേഹം ചെവി കേൾക്കാൻ വയ്യാത്ത ആളാണ്. അപ്പോൾ ഗുരുനാഥൻ്റെ പ്രഭാഷണൻ്റെ തൊട്ടടുത്തിരിക്കും, ഇങ്ങനെ ചെവി കൂർപ്പിച്ച് കേൾക്കും. ഗുരുനാഥൻ്റെ ഓരോരോ അർത്ഥങ്ങൾ പറയുമ്പോൾ ഹഹഹാന്ന് വളരെ അട്ടഹസിച്ച് ചിരിക്കും. അപ്പോൾ ചെന്നൈയിൽ ഒരു വലിയ സഭയാണ്, RR രസികരഞ്ജനി സഭ, മൈലാപ്പൂരിലുള്ള സ്ഥലമാണ്. 1000-10,000 ആളുകൾ ഇരിക്കുന്ന സീറ്റ് തന്നെ ഉണ്ട്. ഒരു നാടകമൊക്കെ നടത്തുന്ന ഒരു വലിയ സ്ഥലമാണ്. അവിടെ ഗുരുനാഥൻ്റെ പ്രഭാഷണം ചെയ്യുമ്പോൾ അടുത്തുണ്ടായിരുന്നു ഇദ്ദേഹം മുത്തുരാമൻ. അദ്ദേഹം പ്രായമായ ആളാണ്. അപ്പോൾ ഗുരുനാഥൻ്റെ ഓരോ അർത്ഥം കേൾക്കുമ്പോൾ ആഹാഹാന്ന് ശരിക്കുന്ന സമയത്ത് എന്താവും, തൊട്ടടുത്ത് ഇങ്ങനെ അടുത്തൊരാൾ ചിരിച്ചാൽ മൈക്കിൽ കൂടി ഇങ്ങനെ വന്നു. അവർ കേൾക്കുന്ന ശ്രോതാക്കൾ 1000-2000 ശ്രോതാക്കളുണ്ട്. അവർക്ക് കുറച്ച് സങ്കടമായി. അപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹത്തിനോട്, നിങ്ങൾ അടുത്ത് ഇരുന്നാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അട്ടഹാസ ശബ്ദം കേൾക്കാൻ വയ്യ, അപ്പോൾ ഒന്ന് താഴെ ഇരുന്നോളൂ പറഞ്ഞു. അദ്ദേഹം ശുദ്ധഭക്തനായതുകൊണ്ട് താഴെ മാറിയിരുന്നു. ഗുരുനാഥൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, എവിടെയാണ്? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം കൂടുതൽ ശല്യമാവുന്ന ഭക്തന്മാർക്ക് അദ്ദേഹം മാറ്റിയിരുത്തി. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയാണ് പ്രഭാഷണം ചെയ്യുന്നത്, ഇന്ന് പ്രഭാഷണം ഇല്ല, അദ്ദേഹം ഉണ്ടെങ്കിൽ ഞാൻ പ്രഭാഷണം ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഭക്തന്മാരെ കാണുമ്പോൾ പ്രഭാഷണം ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു, എനിക്ക് വിതുരനക്ക് നേരിട്ട് ഉപദേശിക്കാനുള്ള ഭാഗ്യം ഇല്ലല്ലോ എന്ന് ഭഗവാൻ പറഞ്ഞു. അവസാനം നിങ്ങളെ സ്മരിച്ചു പറഞ്ഞപ്പോഴാണ് വിതുരൻ പറഞ്ഞു, കൃഷ്ണേന മനസേക്ഷിതം. കൃഷ്ണനെ ഞാൻ നേരിട്ട് കണ്ടില്ലെങ്കിലും കൃഷ്ണൻ മനസ്സുകൊണ്ട് എന്നെ ചിന്തിച്ചല്ലേ, അതാണ് വലിയ ഉത്തമ ഭക്തൻ.
എപ്പോഴും ഭഗവാനെ ചിന്തിക്കുന്നവർ ഉത്തമ ഭക്തൻ എന്ന് പറയാറുണ്ട്. അതേക്കാൾ ഉത്തമോത്തമ ഭക്തൻ ആരാണ്? ഭഗവാൻ ആരെയാണ് എപ്പോഴും ചിന്തിക്കുന്നുവോ അവരാണ് ഉത്തമോത്തമ ഭക്തൻ. അങ്ങനെയുള്ള ഒരു മഹാഭക്തനാണ് വിതുരൻ. ഉദ്ധവനും വിതുരനും പരസ്പരം ഭഗവാന്റെ കഥകൾ പാടിക്കൊണ്ട് നടന്നു. എന്നാലും രണ്ടുപേരും പോകുന്ന വഴി കൊണ്ട് തന്നെയാണ്. ഉദ്ധവൻ ബദരികാശ്രമം പോകണം, വിതുരൻ ഹരിദ്വാരത്തിലേക്ക് പോകണം. ഹരിദ്വാർ വഴി കൂടിയാണ് പോകേണ്ടത്. ഹരിദ്വാർ ഹരിദ്വാർ രണ്ടും പറയാം. അങ്ങനെ ഹരിദ്വാരത്തിൽ എത്തിയപ്പോൾ അവിടെ ഒരു സ്ഥലം, കുശാവർത്തം എന്ന സ്ഥലത്തിലാണ് മൈത്രേയ മഹർഷി ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത് വന്ന് നമസ്കരിച്ചപ്പോൾ വിതുരനോട് ചോദിച്ചു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ വിതുരൻ ചോദിക്കുന്നു, സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വാന്യനുപാരമം വാ വിന്ദേത ഭൂയസ്തതയേവ ദുഃഖം യദത്ര യുക്തം ഭഗവാൻ വദിഹിന്നഃ. എല്ലാവർക്കും സുഖം വേണം എന്നാണ് ആഗ്രഹം, ദുഃഖം വേണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല. ദുഃഖം വേണ്ട വിചാരിച്ചാലും ദുഃഖം വരുന്നു, സുഖം വേണം ആഗ്രഹിച്ചാലും അതുപോലെ കൃത്യമായിട്ട് വരുന്നില്ല. പിന്നെ എല്ലാവരും ദുഃഖിക്കാൻ എന്താ കാരണം? അപ്പോൾ പറഞ്ഞു, ദുഃഖിക്കാൻ കാരണം എന്താ? മനസ്സാണ് കാരണം. മനസ്സുള്ളപ്പോൾ ദുഃഖമുണ്ട്, മനസ്സില്ലെങ്കിൽ ദുഃഖമില്ല. മനസ്സ് എപ്പോഴൊക്കെ ഉണർവോ അപ്പോൾ ദുഃഖമാണ്. ഇപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങിയാൽ ഒരു ദുഃഖമില്ല, ഉറങ്ങുന്ന സമയത്ത് ദുഃഖമില്ല. എന്താ കാരണം? മനസ്സില്ല. അപ്പോൾ ആ മനസ്സാണ് സകല ദുഃഖത്തിന് കാരണം. ആ മനസ്സ് നിയന്ത്രിക്കലാണ് ദുഃഖത്തിൻ്റെ ഒരു വിമോചനം. മനസ്സ് നിയന്ത്രിക്കാൻ എളുപ്പ വഴിയാണ് ഭാഗവത ശ്രവണം. ആണ് അവിടെ സോഹം നൃണാം ക്ഷുള്ള സുഖായ ദുഃഖം മഹദ്ഗതാനാം വിരമായ തസ്യ പ്രവർത്തയേ ഭാഗവതം പുരാണം യഥാക സാക്ഷാത് ഭഗവാൻ ഋഷിഭ്യഃ. ഇവിടെ സനത്കുമാരൻ ബ്രഹ്മലോകത്തിൽ നിന്നും ഗംഗയിൽ ഇറങ്ങി അങ്ങനെ സ്നാനം ചെയ്ത് പാതാളത്തിലേക്ക് ചെന്നു. ഈ ഗംഗ മാത്രം 3 ലോകത്തിൽ ഓടുന്ന നദിയാണ്. സ്വർഗത്തിൽ, ബ്രഹ്മലോകത്തിൽ നിന്നും സ്വർഗം, പിന്നെ ഭൂമി, പാതാളം. സ്വർഗത്തിൽ മന്ദാകിനി എന്ന പേരിലും ഭൂമിയിൽ ഗംഗ എന്ന പേരിലും പാതാളത്തിൽ ഭോഗവതി എന്ന പേരിലാണ് ഓടുന്നു. മന്ദാകിനീതി ദിവി ഭോഗവതീതി ചാധോ ഗംഗേതി ചേഹ ചരണാംബു പുനാതി വിശ്വം. ഇവിടെ പറയുന്നു സ്വർദ്ധും യുധാർത്ഥേ സ്വജടാകലാപൈഹി. സ്വർദ്ധുനി, ഗംഗയുടെ ജലം കൊണ്ട് നനഞ്ഞ ശിരസുകൊണ്ട് പാതാളത്തിലിരിക്കുന്ന സംഘർഷണ ഭഗവാനെ നമസ്കരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന് വ്യാഖ്യാനം ശ്രീധരസ്വാമികൾ പറയുന്നു, പാതാളത്തിൽ ഗംഗയിൽ കുളിച്ചിട്ട് പോയി അവർ നമസ്കരിച്ചിട്ടില്ലേ, അവർ ബ്രഹ്മലോകത്തിൽ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്തു? അവിടെ ഗംഗയിൽ തന്നെ ഇറങ്ങി. അങ്ങനെ ഗംഗയുടെ ഒഴുക്കിൽ തന്നെ നേരെ പാതാള ചെന്നു. ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ കാവേരി പേരുള്ള ഒരു വലിയ നദിയുണ്ട്. അവിടെ തിരുവയ്യാറിനൊരു സ്ഥലം, അവിടെയാണ് ത്യാഗരാജസ്വാമികളുടെ സമാധി. അവിടെയാണ് വാഴക്ക, ഈ വാഴ ഇല, പിന്നെ പച്ചക്കറിയൊക്കെ നിറച്ച് ഉണ്ടാവുന്ന സ്ഥലമാണ്. അവിടെ ഉണ്ടായാലും വിൽക്കുന്ന സ്ഥലം കുംഭകോണം എന്ന സ്ഥലത്തിലാണ്. അവിടെ നിന്ന് നിലവിൽ 30-40 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നും കുംഭകോണം വരയണ്ടേ? അവർ എന്ത് ചെയ്യും? ഒരു വലിയ വാഴയില കട്ട് വലുതാക്കി 2-3 ചേർത്ത് ഇങ്ങനെ തോണി പോലെ വാഴയിലയെ തന്നെ കട്ടും. അതിൻ്റെ മുകളിൽ ഈ പച്ചക്കറി സാധനമൊക്കെ മൂട്ടിയാക്കി വയ്ക്കും. അതിൽ തന്നെ അവർ കയറിയിരിക്കും. അതിൽ കയറി ആ കാവേരി പുഴയിൽ തള്ളി അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ പുഴയുടെ ഒപ്പം തന്നെ നേരെ കുംഭകോണം അങ്ങനെ വരും. കൃത്യം കുംഭകോണം മാർക്കറ്റെ അടുത്താണ് ഈ വളഞ്ഞു പോകുന്നു കാവേരി. അവിടെ ഇറങ്ങുമ്പോൾ നീന്തി അതൊക്കെ വലിച്ചു കൊണ്ടുപോകും. ഇപ്പം ബസ്സിൻ്റെ ചിലവും ഇല്ലേ, സുഖമായിട്ട് എത്തും. അതുപോലെയാണ് തോന്നുന്നു. സ്വർദ്ധന്യുതാർത്രേഹി, അങ്ങനെ ഗംഗയുടെ ഒപ്പം തന്നെ പാതാളത്തിൽ. കാരണം ഇവിടെ വരുമ്പോൾ വൈകിട്ടോട് വരുമ്പോഴാണ് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വ്യാപാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ ബസ്സിൽ പോയാൽ മതി. അപ്പോൾ കുറച്ച് വെയിറ്റ് നോക്കി സുഖമായിട്ട് കയറി പോവാം. അങ്ങനെ പാതാളത്തിലിരുന്ന സംഘർഷണ ഭഗവാനെ നമസ്കരിച്ച് ഉപദേശം തരണേ പ്രാർത്ഥിച്ചപ്പോഴാണ് അദ്ദേഹം ചെയ്യുന്ന ഉപദേശമാണ് സനത്കുമാരനൊക്കെ ചെയ്തു. സനത്കുമാരൻ സാഖ്യായനൻ മൈത്രേയൻ. അങ്ങനെ മൈത്രേയൻ മൂലമായിട്ട് 2 ഭാഗവതം. ഭഗവാൻ ബ്രഹ്മാവിനെ ഉപദേശിക്കുമ്പോൾ തന്നെ അവിടെ ആദിശേഷനെ കേട്ടല്ലേ, ആ ആദിശേഷനിൽ നിന്നും വേറൊരു പരമ്പരയാണ്
അങ്ങനെ ഇവിടെ ബ്രഹ്മാവ് ചെയ്യുന്ന വലിയ സ്തുതി, ബ്രഹ്മാവ് ഭഗവാനെ കണ്ട് ഗംഭീര സ്തുതിയൊക്കെ ചെയ്യുന്നു. സ്തുതി ചെയ്തിട്ടും ഭഗവാൻ കണ്ണ് തുറക്കണില്ല. അപ്പം ബ്രഹ്മാവിന് സംശയം, ഭഗവാൻ ഞാൻ ചെയ്യുന്ന സ്തുതി കേൾക്കുന്നുണ്ടോ? അങ്ങനെ സംശയിച്ചപ്പോൾ ഭഗവാൻ പതുക്കെ ചിരിച്ചു. ചിരിച്ചപ്പോൾ മനസ്സിലായി ഭഗവാൻ കേൾക്കുന്നുണ്ട്. സോസാവതഭ്രകരുണോ ഭഗവാൻ വിവൃദ്ധ പ്രേമസ്മിതേന നയനാംബുരുഹം വിജൃംഭന്. ചിരിച്ചപ്പോൾ മനസ്സിലായി, നമ്മൾ പറയാറുണ്ടല്ലോ, ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്ന ആളെ ഉണർത്താൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ ഉറക്കം നടിച്ചിരിക്കുന്നു മനസ്സിലായി. എന്താ കാരണം? കണ്ണടച്ച് ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ടിരിക്കുമ്പോൾ തന്നെ ചിരിക്കുന്നു. എന്തുകൊണ്ട് കണ്ണ് തുറന്നിട്ടില്ലേ ചോദിച്ചാൽ, കണ്ണ് തുറന്നാൽ പിന്നെ സ്തുതി നിൽക്കും. കുറച്ചുകൂടി സ്തുതിച്ചോട്ടെ. പിന്നെ പതുക്കെ കണ്ണ് തുറക്കണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ നയനാംബുരുഹം വിജൃംഭണ്. പതുക്കെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്ന് നോക്കിയാൽ പോരാ, ഒന്ന് എഴുന്നേൽക്കണം, വിളിക്കണം. ഉത്ഥായ വിശ്വവിജയായ ജനോ വിഷാദം. ഒന്ന് എഴുന്നേൽക്കണേ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പതുക്കെ എഴുന്നേറ്റു. 2 വാക്ക് എന്നോട് സംസാരിക്കണം. മാധ്യാഗിരാ പണയത പുരുഷ പുരാണ. വലിയ മഹാത്മാക്കളെ കാണുമ്പോൾ അവർ ഒന്ന് നോക്കിയാൽ മതി, അതിനെ നമുക്ക് വലിയ ഭാഗ്യം. ഒന്ന് ചിരിച്ചാൽ മതി. പിന്നെ 2 വാക്ക് സംസാരിച്ചാൽ പിന്നെ പറയണ്ട. എൻ്റെ ഗുരുനാഥനൊക്കെ കാണാറുമ്പോൾ അദ്ദേഹം രാധേകൃഷ്ണ വരൂ എന്ന് 2 വാക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ ബ്രഹ്മാവിന് ആഗ്രഹം, ഭഗവാൻ എന്നോട് 2 വാക്ക് സംസാരിക്കണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന് ഉപദേശമൊക്കെ കൊടുത്തു. സൃഷ്ടി ചെയ്തോളാൻ പറഞ്ഞപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയും ആ സൃഷ്ടിയിൽ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്ത വാരാഹ അവതാരവുമാണ് ഇന്നെല്ലാം നമ്മൾ കേട്ടു.